എനിക്കൊന്നും അറിയില്ല. പെട്ടെന്നുണ്ടായ ഷോക്കിൽ ഞാൻ ആകെ തകർന്നു പോയി. എന്താ ചെയ്യണ്ടെന്ന് അറിയാതെ വരച്ചു നിൽക്കായിരുന്നു ഞാൻ. അല്ല, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന കാണാൻ നിങ്ങൾ എന്താ ആളും വിളിച്ചൊന്നുമില്ലാത്ത ഇരുട്ടത്ത് പോയിന്ന്? എന്താ അവിടെ നിൽക്കാൻ പാടില്ല നിയമമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് അവിടെ നിൽക്കണമെന്ന് തോന്നി, നിന്നു. ഓക്കെ ഓക്കെ, സോറി, പോലീസ് പ്രൊസീജിയർ. സാറുടെ വന്നോണ്ടാ, അല്ലെങ്കിൽ നായിന്റെ മുളകൊണ്ട് മുഴുവൻ പറയിപ്പിച്ചേ. രാമേന്ദ്ര, സോറി സർ. അവരെ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തക്ക തെളിവൊന്നും അവർക്കെതിരെ നമ്മുടെ പക്കലില്ലല്ലോ. പിന്നെന്തിനാ താൻ ഇത്തരം കടുത്ത പ്രയോഗങ്ങൾ നടത്തുന്നേ? അവരെ രക്ഷിച്ചു എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ഡീറ്റെയിൽസ് കയ്യിലില്ലേ? അയാളെ ഒന്ന് കണ്ടു കളയാം. ഓക്കെ സർ. അതെ രാമേന്ദ്ര. സർ, റാം. തൻ്റെ അച്ഛനും അമ്മയുടെ പേരല്ലേ രാമേന്ദ്രൻ? അതിനെന്താ കുഴപ്പം? ഞാൻ ഒച്ച വെച്ച് ബൈക്ക് നിർത്തി അവരുടെ അടുത്ത് എത്തുമ്പോഴേക്കും അവൻ എന്നെ ഒരു വടിയെടുത്തടിച്ചു. ഞാൻ തിരിച്ചു അടിച്ചു. അവൻ ഓടി, ഞാൻ പുറകെ ഓടി. ഒരടി അവന് ശരിക്കും കൊണ്ടു. രക്തവും വരുന്നുണ്ടായിരുന്നു. ആ വടിയുടെ അറ്റത്തെ രക്തപ്പാട് സാറും കണ്ടതല്ലേ. പക്ഷെ അവൻ രക്ഷപ്പെട്ടു. അതേ സ്ഥലത്ത് കൃത്യസമയത്ത് താനെങ്ങനെ എത്തിയടോ? പറയടോ രാമേന്ദ്ര. അതേ സ്ഥലത്ത് കൃത്യസമയത്ത് താങ്കൾ എങ്ങനെ എത്തിപ്പെട്ടു സർ? ആ സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ കഴിഞ്ഞ് എൻ്റെ വീടായി. ആ വഴി എനിക്ക് വീട്ടിലെത്താൻ പറ്റൂ. വേറെ എന്തെങ്കിലും അൺയൂഷ്വലായിട്ട് തോന്നിയോ? ഇല്ല സാർ, അയാളുടെ ബോധം പോയിരുന്നു. ഒരുപാട് രക്തവും. ആ പെൺകുട്ടിയാണെങ്കിൽ ആകെ ഒരു ഷോക്കിലായിരുന്നു. മൊബൈലിൽ ഒത്തിരി മെസ്സേജസ് വന്നിട്ടും ആ പെൺകുട്ടിയൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഷോക്കിലായിരുന്നു. താങ്ക് യു ഫോർ യുവർ ടൈം. സാർ, ഈ ഒരു കോൾ സമ്മറി വെച്ചാണോ നിങ്ങൾ എന്നെ കോർണർ ചെയ്യാൻ നോക്കുന്നത്? ഹലോ, ഫോൺ ചെയ്തതിനല്ല, ഇത് ചെയ്തേ മാനുവലിനെ കൃത്യം നടക്കുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങൾ മെസ്സേജ് അയച്ചു.
എന്തിനായിരുന്നു? അതിനുള്ള ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ പറ്റൂ. അതിന് ഇമാനുവൽ ഞങ്ങളുടെ ഒരു നല്ല സുഹൃത്തായിരുന്നു. പക്ഷെ അവന് വിപിനോട് എന്ത് വൈരാഗ്യം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. ദേ, ചായ കുടി. ഞാനിപ്പോൾ വരാം. വേണ്ട സർ. കഴിച്ചു. പണി പാളി. സന്ധ്യ പറയുന്നത് നീ വിപിനോടുള്ള എന്തോ വൈരാഗ്യത്തിന് ചെയ്തതാണെന്നാ. അവൾക്കെതിരെ ഒരു പ്രൂഫും ഇല്ല. അവള് സുഖമായിട്ട് ഊരിപ്പോരും. തൻ്റെ കാര്യമാ കഷ്ടം. ഇത്ര ചെറുപ്പത്തിലെ വിപിനെ കൊല്ലാൻ മാത്രം തനിക്ക് അവനോട് എന്ത് വൈരാഗ്യമാണ് ഉണ്ടായിരുന്നത്? പ്രശ്നമാണ്. കോടതി, ശിക്ഷ, ജയിൽ, കഷ്ടപ്പെടും. മനസ്സിലുള്ള വിഷമം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ വലിയ ആശ്വാസമാണ്. സാർ ഞാൻ ചെയ്തത് ഏറ്റവും സന്ധ്യ. Hey, what the heck? അതെ, ഇതിൽ ഇൻകമിങ് മാത്രമേ ഉള്ളൂ, ഔട്ട് ഗോയിങ് ഇല്ല. ഞാൻ വേണ്ട 100 വട്ടം പറഞ്ഞതാ. അവനെ കൊന്നാൽ എനിക്ക് അവളെ കെട്ടാൻ പറ്റുമെന്ന് പറഞ്ഞ് അവളെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. അല്ലാതെ ഞാൻ മനസ്സറിച്ച് ചെയ്തതല്ല സാറേ. ക്ക് വേണ്ടിയുള്ള ദൈവം ഞാനൊരുത്തരെ കൊന്നത്. അവളല്ല പ്ലാൻ ചെയ്ത് അവനെ എയർപോർട്ടിന് അവിടെ കൊണ്ടുവരാമെന്ന്, ആ സ്പോട്ടിൽ നിർത്താമെന്നല്ല അവളെ പറഞ്ഞു. അതനുസരിച്ച ഞാൻ അവിടെ എത്തിയത്. അവൾക്ക് വേണ്ടി സാർ ഞാൻ അതൊക്കെ ചെയ്ത്. എന്റെ തടി കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലേ? കുറഞ്ഞിട്ടുണ്ടോ? കുറച്ച് കുറച്ച്. കുറച്ചൊന്നും അല്ല എൻ്റെ പൊന്ന് അലക്സേ. ഈ കേസ് തുടങ്ങിയപ്പോൾ മുതലുള്ള ടെൻഷനാ. റിട്ടയേർഡ് ജഡ്ജിന്റെ മോനായതുകൊണ്ട് മോളിൽ നിന്ന് വല്ലാത്ത പ്രഷറായിരുന്നു. ആ ചെക്കനെ വെച്ച് ഈ കേസ് ക്ലോസ് ചെയ്യാമായിരുന്നു. ഈ കേസിൽ ആ പെൺകുട്ടിയുടെ ഇൻവോൾവ്മെന്റ് കണ്ടുപിടിച്ചത് തൻ്റെ ബ്രില്യൻസ് തന്നെ. ഇനി നമ്മളെ തോണ്ടാൻ ഒരു CBIയോ ഒരു ക്രൈം ബ്രാഞ്ചോ വരില്ലല്ലോ. എന്തായാലും തനിക്കൊരു പ്രമോഷൻ ഉറപ്പാ. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. ഞാൻ റിസൈൻ ചെയ്താലോ എന്ന് ആലോചിക്കുക. റിസൈൻ ചെയ്യുകയോ? ഇത്രയും നല്ല സർവീസ് റെക്കോർഡും പ്രമോഷൻ ചാൻസുമുള്ള ഈ സമയത്തോ? തനിക്കെന്താ വട്ടായോ? വട്ടായി സാർ. ഒരുതരം മടുപ്പ്. ഇനി നാട്ടിൽ ചെന്ന അമ്മയോടൊപ്പം പറമ്പും കൃഷിയൊക്കെ ആയി സ്വസ്ഥമായിട്ടിരിക്കാനാണ് മനസ്സ് പറയുന്നത്. എടോ, തന്റെ കമ്മിറ്റ്മെന്റും ഹാർഡ് വർക്കും ബുദ്ധിയും ചേർന്നാണ് താൻ ഏറ്റെടുത്ത കേസുകളെല്ലാം തെളിയിക്കുന്നത്. കേരള പോലീസിലെ ഏറ്റവും ധീരനായ ഒരു ഓഫീസറാണ് താൻ. An asset to the force. തനിക്ക് വേറെന്തോ പ്രശ്നമുണ്ട്. എന്താണെങ്കിലും പറയേ, പോംവഴിയുണ്ടല്ലോ. അല്ലാതെ റിസൈൻ ചെയ്യല്ല വേണ്ടത്. പറയേ, എന്താ തന്റെ പ്രോബ്ലം? അല്ല, സാറെന്താ യഥാർത്ഥ കാരണം പറയണ്ടെങ്കിൽ പോന്ന്?